കളമശ്ശേരി കാർബോറാണ്ടം ഫാക്ടറിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വൻ പൊട്ടിത്തെറി അധികൃതർ റിപ്പോർട്ട് ചെയ്യാതെ മറച്ചുവെച്ചു. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി. കളമശ്ശേരി കാർബോറാണ്ടം ഫാക്ടറിയിൽ ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. ആദ്യം ഭൂചലനമാണെന്ന് സംശയിച്ചു നാട്ടുകാർ വീടിന് പുറത്തേക്ക് എത്തിയപ്പോഴാണ് ഫാക്ടറിയിൽ നിന്നാണ് സ്ഫോടനമെന്ന് മനസ്സിലാക്കിയത്. സമീപത്തെ വീടുകളുടെ ഭിത്തിയും ജനലുകളും ശക്തമായി കുലുങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു 3:30 മണിയൊക്കെ ആയപ്പോഴേക്കും ഈ ഗ്ലാസുമൊക്കെ വന്ന് ആരോ തട്ടണ പോലത്തെ ഒരു ഫീലായിരുന്നു. ഭയങ്കര ശബ്ദം. 2 തവണ കേട്ട് മൂന്നാമത് ഉറക്കത്തിൽ നിന്ന് ശരിക്കും എണീച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഉമ്മയൊക്കെ ഇവിടെ വന്ന് നിൽക്കണേന് പേടിച്ച് എന്താ പറ്റിയേക്കണേന്ന്. അപ്പൊ എന്റെ അടുത്തോട്ട് വെളിയിൽ പോകണ്ട, ഒരു പ്രശ്നം നടക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകളും റോട്ടിൽ നിന്ന് ഭയന്ന് ഫാക്ടറിയിൽ നിന്ന് അങ്ങാട് എല്ലാവരും കൂടി സ്കൂട്ടറിന് എന്താ സംഭവം എന്നറിയാനായിട്ട് എല്ലാവരും കൂടി അങ്ങാട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്തോ ഫർണസിന് അങ്ങനെ എന്തോ തകരാറ് സംഭവിച്ചാണെന്ന് മനസ്സിലായി. ഉഗ്ര സ്ഫോടനമുണ്ടായിട്ടും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാതെ അധികൃതർ മറച്ചുവെച്ചു എന്നാണ് പരാതി. ഈ വോട്ടുണ്ടായി അത് കഴിഞ്ഞ ഒരു 10 മിനിറ്റിനകം ഞങ്ങൾ കമ്പനിയുടെ ഗേറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു. അവിടെയാണ് അവരുടെ ഫർണസിന്റെ ഷെല്ല് പൊട്ടിയതാണെന്ന് അവർ സമ്മതിച്ചു. ഇതിനു മുമ്പ് ഇതുവരെ സംഭവിച്ചിട്ടുണ്ട് ഒരു തവണ. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടും മാറിയിട്ടില്ല. വീടിന് ഓട് വീടാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്തായാലും കാണണം. 7 തവണ തുടർച്ചയായി മുഴക്കമുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. ഇതിനു മുമ്പും കമ്പനിയിൽ സ്ഫോടനമുണ്ടായിരുന്നു. കൂടാതെ ഫാക്ടറിയിൽ നിന്നും വലിയ തോതിലുള്ള മലിനീകരണ പ്രശ്നങ്ങളുണ്ടെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. അതിനിടെ സ്ഫോടനത്തിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. പരാതി കിട്ടാത്തതുകൊണ്ട് കേസെടുത്തില്ല എന്ന പ്രതികരണമാണ് പോലീസ് നടത്തുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.